പരിചയപ്പെടാൻ പോകുന്നത് തൃശൂർ MG റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഡേവിഡ് ക്രിസ് ഫ്ലുവൻസി കോച്ചിന്റെ വിശേഷങ്ങളാണ്. കണ്ടിട്ട് വരാം. നമസ്കാരം, കേരള ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിപ്പോ തൃശ്ശൂര് MG റോഡിലാണ് നിൽക്കുന്നത്. ഡേവിഡ് ക്രിസ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കിടില സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. അപ്പൊ ഡേവിഡ് ക്രിസ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അതിന്റെ അമരക്കാരൻ ഡേവിഡ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് സെന്ററിൽ വരുന്ന എല്ലാ ആളുകളും പെരിഫറൽ ആയിട്ടുള്ള ഒരുപാട് റീസൺസ്, അവരുടെ പ്രോബ്ലംസ് ആണ് അവതരിപ്പിക്കുക. അതെ, അവർ പറയും വേർഡ് പവർ ഇല്ല, ചില ആൾക്കാർ പറയും അവർക്ക് ഗ്രാമർ ഇല്ല, ഗ്രാമർ കുറെ മിസ്സിംഗ് ആണ്. ആൻഡ് സം പീപ്പിൾ മൈറ്റ് കം ആൻഡ് സേ ദേ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്. Some people are keen on developing their fluency aspect. അവർ പല പല പ്രോബ്ലംസ് ആയിട്ട് ഇവിടേക്ക് വരും. But we know the core issue is just one for everyone. എല്ലാ ആളുകളുടെയും റിയൽ പ്രോബ്ലം ഒന്ന് മാത്രമാണ്. അതായത് മാതൃഭാഷ പോലെ മലയാളം പോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കോർ ഇഷ്യൂ കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷെ എല്ലാവരും പറയുന്ന പ്രോബ്ലംസ് കോൺഷ്യസ് മൈൻഡിലെ പ്രോബ്ലംസ് ആണ്. ശരി. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കാലങ്ങളായിട്ട് പഠിക്കുന്ന വേർഡ്സ് പഠിക്കുന്ന, ഗ്രാമർ പഠിക്കുന്ന, എഴുതാൻ പഠിക്കുന്ന, വായിക്കാൻ പഠിക്കുന്ന എല്ലാം നമ്മൾ കാലങ്ങളായിട്ട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയി പഠിക്കുന്ന, അക്വയർ ചെയ്യുന്ന കുറെ സ്കിൽസ് ആണ്. അത്തരം സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മലയാളം സംസാരിക്കുന്ന പോലെ ചിന്തിക്കാതെ സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ വരുമ്പോഴും ആളുകളുടെ one of the biggest challenges is this. See, I've been to many centers, but even now I can understand. If somebody speaks English, I can understand, I can read English, I can write, I can perform even in a moderate way speeches as well. But in a natural way, spontaneously, just like I communicate my mother tongue, without thinking, it's not coming out. ഇതാണ് എല്ലാവരുടെയും മേജർ ഇഷ്യൂ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഇത്രയും കാലം പഠിക്കുകയായിരുന്നു, പഠിച്ചാൽ സംസാരിക്കില്ല. അതെ അല്ല, ഇപ്പൊ ശരിക്കും പറയുന്നത് സാറിനോട് സംസാരിക്കുമ്പോ എന്റെ ഉത്തരം മുട്ടിപ്പോയി. കാരണം നമ്മുടെയൊക്കെ സ്വപ്നമാണ് ഇതേപോലെ ഇത്ര ഫ്ലുവന്റ് ആയിട്ടൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തന്നെയാണ് എല്ലാവരുടെയും സ്വപ്നം. എല്ലാവരുടെയും സ്വപ്നം ഇത് തന്നെയാണ്. പക്ഷെ പോകുന്ന മാർഗം തെറ്റാണ്. നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ മാറിപ്പോയി. ശരി. Okay, instead of going to the conscious mind, you have to dive deep into your subconscious mind. Subconscious മൈൻഡിലേക്ക് പോകുന്നതിന് പകരം നേരെ പിന്നെയും മുകളിലേക്ക് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി പഠിച്ച് 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 സംസാരിക്കുന്നവരെ കണ്ടാൽ ഓൺ ദ സ്പോട്ടിൽ തിരിച്ചറിയാൻ പറ്റും. അവർ സംസാരിക്കുമ്പോ ദാറ്റ് ഈസ് കണ്ണുമുകളിലേക്ക് ഇങ്ങനെ ആലോചിച്ച് പറയും. ബിക്കോസ് ദ ജേർണി ഈസ് ഓൾവേസ് അപ്വേർഡ്സ്, മുകളിലേക്കാണ്. പൊങ്ങ് തടി പോലെ പൊങ്ങിക്കിടക്കുന്ന കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പരാക്രമടിച്ച് സംസാരിക്കാനേ അവർക്ക് സാധിക്കൂ. നാച്ചുറൽ ലാംഗ്വേജ് വിൽ നെവർ ഹാപ്പൻ. അതിന് നിങ്ങൾ ജസ്റ്റ് ഓപ്പോസിറ്റ് വേ. ഇത്രയും കാലം കോൺഷ്യസ് മൈൻഡിലേക്കല്ല പോയത്, പഠിച്ചുകൊണ്ട്. ഇനി പഠനം നിർത്തുക, കോൺഷ്യസ് മൈൻഡിലേക്ക് പോകണ്ട, ബ്രെയിൻ വേണ്ട, വെറും മന്ദബുദ്ധിയായ മതി. ഇൻ ദ സെൻസ്, ഡോണ്ട് ടേക്ക് ഇറ്റ് മീ റോങ്, വലിയ ബുദ്ധിശാലി ഒന്നും ആവണ്ട. നമ്മൾ മലയാളികള് അങ്ങേയറ്റം ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് ഈ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ ബുദ്ധിമ കയറി അങ്ങ് പിടിച്ചു, അവിടുന്ന് പിടിവിടാൻ നമ്മൾ സാധിക്കുന്നില്ല, തയ്യാറാവുന്നില്ല. ബട്ട് യു ഹാവ് ടു ഗ്രോ ഫർദർ ടു ബിക്കം എ ചൈൽഡ് അഗെയിൻ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യു നോ ബീയിങ് ബോൺ അഗെയിൻ ആസ് എ ചൈൽഡ്. ഒരു കുഞ്ഞിനെ പോലെ വീണ്ടും ജനിക്കുന്നത് പോലെയാണ് വീണ്ടും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്കാണ് ഭാഷ പഠനത്തിന്റെ യഥാർത്ഥത്തിലുള്ള ടെക്നിക്ക് അറിയൂ. ഓക്കെ, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ ഭാഷ, മാതൃഭാഷ സംസാരിക്കാൻ പഠിച്ചത് എഴുതിയിട്ടാണോ? അല്ല. വായിച്ചിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെ അവർ സംസാരിക്കാൻ പഠിച്ചു? ബുദ്ധി ഉപയോഗിച്ചിട്ടാണോ? അല്ല. ഹൃദയം കൊണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട്. They listened. Only the listening faculty was there active. ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അവർക്ക് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, അർത്ഥം അറിയില്ല, ഗ്രാമർ അറിയില്ല. ഇന്ന് നിങ്ങൾ ബുദ്ധിയുടെ സഹായം ഉപയോഗിച്ച് പിന്തുടരുന്ന ഒരു ചുക്കും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അതറിയാത്തത് കൊണ്ടാണ് അവരുടെ ഹൃദയം ഓപ്പൺ ആയിരുന്നതും ആ ഹൃദയം കൊണ്ട് അവർ ഭാഷയെ അബ്സോർബ് ചെയ്തത്. അപ്പൊ വീണ്ടും ഒരു കുഞ്ഞിനെ പോലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആലങ്കാരികമായി പറയുന്നത് ഹൃദയ കേന്ദ്രം എന്നാണ്.
കൊണ്ട് മെല്ലെ മെല്ലെ കുഞ്ഞുങ്ങളെ പോലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ എംബ്രേസ് ഇംഗ്ലീഷ് ആസ് ഇറ്റ് ഈസ് വിത്ത് ഇറ്റ്സ് ഓൾ എൻറ്റയർറ്റി. അതിന്റെ കംപ്ലീഷനോട് കൂടിയിട്ട്, സമഗ്രതയോട് കൂടിയിട്ട്, സർവഭാവങ്ങളോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയെ അങ്ങ് കെട്ടിപ്പിടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഭാഷയെ സ്വന്തമാക്കാം. ബ്രെയിനും ഹൃദയവും ഒന്നാകുമ്പോൾ മാത്രമാണ്, മെയിൽ ഫാക്ടറും ഫീമെയിൽ ഫാക്ടറും ഒന്നാകുമ്പോൾ മാത്രമാണ് ഒരു കുഞ്ഞിന് ജന്മം കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ഈ നോളജ് സെന്ററും ഫീലിംഗ് സെന്ററും മീനിങ് സെന്ററും ഇമോഷൻസും ഇത് രണ്ടും ഒരുമിച്ച് വന്ന് മിക്സ് ആകുമ്പോൾ a new language is being born. അങ്ങനെ വേണം ഭാഷയ്ക്ക് ജന്മം കൊടുക്കാൻ. ഇത് അറിയാതെ ഈ സ്ത്രീ ഭാഗത്തെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. ഈ ഫീമെയിൽ ഫാക്ടറിനെയാണ് നമ്മൾ ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയകേന്ദ്രം, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ടോട്ടലി നെഗ്ലക്ട് ചെയ്തുകൊണ്ട്, ഒരു സ്ത്രീയെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഒരു പുരുഷൻ മാത്രം വിചാരിച്ചാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെയാണ് ബുദ്ധി മാത്രം ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആകണം എന്ന് ആഗ്രഹിച്ച് കുറെ പഠിച്ചു കൂട്ടുന്ന പാവങ്ങള്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ടെക്നിക്ക് നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പടങ്ങളിലും ചിത്രങ്ങളിലൊക്കെ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് മാതൃഭാഷയുടെ ആ ഇഫക്റ്റ്, ആ ബോണ്ടിങ് കിട്ടാൻ യു കം ഡൗൺ ടു ഹാർട്ട് ചേംബർ, സബ് കോൺഷ്യസ് ലെവൽ, ആൻഡ് യു ക്യാൻ ഓട്ടോമാറ്റിക്കലി സ്പീക്ക് ഇംഗ്ലീഷ് ജസ്റ്റ് ലൈക്ക് യു സ്പീക്ക് യുവർ മദർ ടങ്. മാതൃഭാഷ മലയാളം എങ്ങനെ സംസാരിക്കുന്നുവോ അതിൻ്റെതായിട്ടുള്ള ചില സൂത്രവിദ്യകൾ ഈ ഹിപ്നോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്ങിലൂടെ ഈ ബുദ്ധിയിലിരിക്കുന്ന ഭാഷയെ മെല്ലെ മെല്ലെ താഴ്ത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ടെക്നോളജികൾ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ക്ലാസ്സുകളിലൂടെ പകർന്നു കൊടുക്കും. അത് കിട്ടുന്നവൻ, അത് പരിശീലിക്കുന്നവൻ, പിന്നെ വിത്തിൻ അവേഴ്സ്, ഇത് പറയാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് ആകെ കൂടിയുള്ള അകലം ദാ ബ്രെയിനിൽ നിന്നും ദാ ഹൃദയം വരെ ഒരു ചാൺ അകലമേ ഉള്ളൂ. ഈ അകലം, ഈ ഒരു ചാട്ടം ചാടാൻ വേണ്ടിയിട്ട് വെറും 3 ഇമോഷൻസിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ ബേസിക് ഇമോഷൻസിൽ നിങ്ങൾ എന്ത് പഠിച്ച് പരിശീലിച്ചാലും അത് നിങ്ങളുടെ സ്വന്തമായി മാറും. അങ്ങനെയാണ് മാതൃഭാഷ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഒരു വിഷയം മാത്രമാണ്. അങ്ങനെ ഒരു വിഷയമായിട്ടാണ് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇംഗ്ലീഷ് ഭാഷയെ കൈകാര്യം ചെയ്യുന്നത്. ബട്ട് when you come down to real life, സബ്കോൺഷ്യസ് ലെവലിലേക്ക്, റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് becomes a language. കോൺഷ്യസ് മൈൻഡിൽ ഇംഗ്ലീഷ് റിമെയിൻസ് എ സബ്ജക്ട്. ഇംഗ്ലീഷ് ഒരു പാഠ്യ വിഷയം മാത്രമാണ്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ അതൊരു ഭാഷയെ മാറും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എപ്പോഴാണ് ഇംഗ്ലീഷ് വരുന്നത്? നിങ്ങൾ റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം. അപ്പൊ റിയൽ ലൈഫിലേക്ക് വരണമെങ്കിൽ ചില പ്രത്യേക മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന എല്ലായിടത്തും സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കാനാണ് പോകുന്നത്. അപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം പഠിക്കാൻ പറ്റും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അതിന് സ്റ്റുഡന്റ് ആവുന്ന ആ പ്രോസസ് ആദ്യം അങ്ങ് നിർത്തണം. ബ്രെയിൻ എന്ന് പറയുന്ന ഈ ദന്തഗോപുരത്തിൽ കയറിയിരിക്കുന്ന ആ പരിപാടി അങ്ങ് അവസാനിപ്പിക്കണം. എന്നിട്ട് നേരെ ഹൃദയത്തിലേക്ക് വരണം. ഇംഗ്ലീഷിനെ സർവ്വവിധ ഭാവങ്ങളോടും കൂടി നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് അങ്ങ് ആവഹിക്കണം. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ യുവർ ബോഡി ലാംഗ്വേജ്. But when you speak English, after learning a lot of things from schools and colleges, whenever you speak English, does your body move? ബോഡി ചലിക്കുന്നുണ്ടോ? ഇല്ല. മലയാളം സംസാരിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു മലയാളം സംസാരിക്കുമ്പോ ബോഡി ചലിക്കുന്നു. But when it comes to speaking in English language, does your body move? No, all your head moves. തല മാത്രം ഇങ്ങനെ ആലോചിച്ച് സംസാരിക്കും. കാരണം ഇംഗ്ലീഷ് has never come down to the subconscious level. ഇവിടേക്ക് എത്തിയാൽ മലയാളം ഭാഷ എവിടെ ഇരിക്കുന്നുവോ അതേ സ്പോട്ടിലേക്ക് ഇംഗ്ലീഷ് എത്തിയാൽ മലയാളം സംസാരിക്കുമ്പോൾ എങ്ങനെ ബോഡി ചലിക്കുന്നുവോ അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ബോഡി ചലിക്കും. ഇതാണ് ലിവിങ് പ്ലാറ്റ്ഫോമിലേക്ക് ഇംഗ്ലീഷ് വന്നാൽ സംഭവിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഹിപ്നോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് എന്ന ഈ ഒരു പ്രതിഭാസത്തിലൂടെ, മെത്തേഡിലൂടെ നമ്മളിവിടെ സംഭവിക്കുന്നത്. അടിപൊളി. എന്തായാലും കുറച്ച് നേരം കൊണ്ട് കിട്ടിയത് ചില്ലറ അറിവൊന്നും അല്ലട്ടോ. എന്തായാലും ഇതൊരു പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കട്ടെ. കാരണം ആളുകൾ എല്ലാരും പറയും, ഇപ്പൊ നമുക്ക് പരിചയമുള്ള പാരന്റ്സ് ഒക്കെ പറയാ സ്പോക്കന് അതിനുള്ള തലയൊന്നും അവനില്ലടാ, ഇതാ പറയാ അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലടാ, അതൊരു ശ്രദ്ധയില്ല. പക്ഷേ അപ്പൊ ഇനി വേണേൽ പറയാം, ഇനി ബുദ്ധി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ആണ്. കാരണം അവർ ഹൃദയകേന്ദ്രത്തിൽ നിന്നും അധികം പുറപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പഠിക്കില്ലേ. അതുപോലെ വലിയ പഠനമില്ലാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ പെട്ടെന്ന് കീഴടക്കാം. ഞാൻ ഒരു it's more than 30 years I've been into English language training now,
എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, 10ാം ക്ലാസ് തോറ്റവരോ 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചവരോ ആണ് എന്റെ ഈ ടെക്നിക്കിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ പുലികളായി മാറിയിട്ടുള്ളത്. ഓ, കാരണം നിങ്ങൾ എത്ര കൂടുതൽ പഠിക്കുന്നുവോ അത്രയും കൂടുതൽ നിങ്ങൾ കോൺഷ്യസ് മൈൻഡിന്റെ ആ ചിട്ടകൾക്ക്, ആ നിയമങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെട്ട് വഴങ്ങി നിന്നിട്ടുണ്ട്. അത്രയും നിങ്ങൾ അങ്ങ് ഒതുങ്ങി കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഒതുങ്ങി കൂടിയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അങ്ങ് ഫ്ലറിഷ് ചെയ്യാം, പുറത്തേക്ക് ഒഴുകി വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അധികം സ്കൂളിൽ പോകാത്തവര് അവര് ഈ ടീച്ചിങ് സിസ്റ്റത്തിന്റെ, ടീച്ചേഴ്സിന്റെ, സ്കൂളിങ്ങിന്റെ അടിച്ചമർത്തലുകൾക്കും ഡൂസ് ആൻഡ് ഡോൺസിനും നിന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയ കേന്ദ്രം അങ്ങ് അടച്ചു കൂട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് അധികം പഠിക്കാത്തവര് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ പുറകിലുള്ള രഹസ്യം. സബ്കോൺഷ്യസ് മൈൻഡ് ഇസ് സ്റ്റിൽ വൈറ്റ് റൈറ്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, സാറിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും വിളി വരും, ഉറപ്പായിട്ടും വരും. ഇത് ചില്ലറ മോട്ടിവേഷൻ ഒന്നല്ല കിട്ടുന്നത്. കാരണം ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഒരു ചിലരുടെയൊക്കെ സ്വപ്നമാണ്. അതെന്റെ സ്വപ്നം, അത് നടക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു വെളിച്ചമാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. ഈ ഒരു സ്വപ്നം എല്ലാ ആളുകളുടെ ഉള്ളിലുണ്ട്. കൈകൾ പൊള്ളുക എന്നൊക്കെ പറയുന്ന പോലെ കുറെ സ്ഥലത്ത് പോയിട്ട് റോങ് സെന്റേഴ്സ്, നമ്മളിപ്പോ ഒരു സെന്ററിനെ കുറിച്ച് പറയുന്നല്ലോ, ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ്. അപ്പൊ പല സ്ഥലത്തും unfortunately most of them are still following that old school of teaching. That means brain centered or conscious mind centered. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ളതിന്റെ, കോളേജിൽ പോയിട്ടുള്ളതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പലപ്പോഴും അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അവിടെ കിട്ടിയ അതേ റിസൾട്ടിന്റെ തന്നെ ഒരു തുടർച്ചയായിരിക്കും പല സെന്ററിലും കിട്ടുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല ഇവിടെ എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ 30 വർഷത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം ആളുകളെ കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഭംഗിയായിട്ട് സംസാരിപ്പിച്ചിട്ടുള്ള ആ ഉറപ്പുള്ളത് കൊണ്ടാണ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഇല്ലെങ്കിൽ ഡബിൾ കോഴ്സ് ഫീ റീഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്കുറപ്പുള്ള ഗ്യാരണ്ടിയിലാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. തകർത്ത് എന്തായാലും നമുക്ക് വഴി വെച്ചിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച ആളെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അതെ, എന്നിട്ട് ഇത്രയും കാലത്തിനിടയിൽ ഒരൊറ്റ മനുഷ്യൻ പോലും എന്റെ അടുത്ത് കോഴ്സ് ഫീ ചോദിച്ചു വന്നിട്ടില്ല, ഡബിൾ കോഴ്സ് ഫീ ചോദിച്ചിട്ട്. കാരണം അങ്ങനെ ഒരു ആവശ്യം വരില്ല. ദാറ്റ്സ് മൈ പ്രോമിസ്. ഓക്കെ, തൃശ്ശൂർ MG റോഡിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എന്തായാലും വരണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു വെളിച്ചം എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണം, ചെറുതായിട്ടല്ല നല്ലത്, ഇത്രയും ഉറപ്പ് ആരെങ്കിലും തരും. എന്നാലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരൂ സാർ. വളരെ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വൺ മോർ തിങ്, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ എല്ലാവരും ബ്രെയിൻ സെന്റേഡ് ആണെന്ന് പറഞ്ഞു. ബ്രെയിൻ കോട്ടയില് ആ ഒരു ഐവറി ടവേഴ്സിൽ കുടുങ്ങി കിടക്കുന്നവരാണ്. അവരുടെ എപ്പോഴുമുള്ള ധാരണ കുറെ എന്തെങ്കിലും പഠിച്ചാലേ ഇംഗ്ലീഷ് ആവുമെന്നാണ്. നമുക്കിവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഉണ്ട്. ദാറ്റ്സ് കോൾഡ് സ്പെൽ ഫോർമുല. സ്പെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം പാറ്റേൺ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ പാറ്റേൺ പ്രകാരം, ഈ ഫോർമുല പ്രകാരം വെറും 5 വാക്കുകൾ മതി, 5 മൂലപദങ്ങൾ, റൂട്ട്സ് എന്ന് പറയും, റൂട്ട് വേർഡ്സ്, അതുപയോഗിച്ച് ഇംഗ്ലീഷ് എളുപ്പം സംസാരിക്കാം. അതായത് 2 വിഷയങ്ങളും 3 ആശയങ്ങളും. ഇതെന്താണെന്ന് ക്ലാസ്സിൽ വരുമ്പോഴോ എന്റെ ക്ലാസ്സിൽ വരുമ്പോഴോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 2, 3, 5 വാക്കുകൾ കൊണ്ട് this is English എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ within 5 minutes, 5 മിനിറ്റിനുള്ളിൽ ഇംഗ്ലീഷ് ഭാഷയെ നിങ്ങൾ ചുരുട്ടിക്കൂട്ടി എത്രയ്ക്കുള്ള ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കോൺഫിഡൻസ് നിങ്ങൾ പുറത്തേക്ക് കാണിക്കും. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. അങ്ങനെയുള്ള ഒരു ഫോർമുല ഇന്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ, ഇൻക്ലൂഡിംഗ് ദ അമേരിക്കൻസ് ആൻഡ് ദ ബ്രിട്ടീഷ് ആൻഡ് ദ പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, എല്ലാവരും ഉള്ള ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ, ഒരു ഓഡിയൻസിന്റെ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമിന്റെ, ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രസന്റ് ചെയ്തിട്ടാണ് ഐ റിസീവ്ഡ് ഇന്റർനാഷണൽ ഡോക്ടറേറ്റ് ഓൺ ദിസ് മെത്തേഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ഫിനിഷിംഗ് പോയിന്റ് ഓഫ് യുവർ ലാംഗ്വേജ് ലേണിംഗ്. ദാറ്റ്സ് മൈ പ്രോമിസ്. ഇവിടെ വന്നാൽ മേലാൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത പോലും പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഇറ്റ് വിൽ ബിക്കം യുവർ ഫസ്റ്റ് ലാംഗ്വേജ്. മാതൃഭാഷ പോലെ ആക്കി തരും. അതിനുള്ള സകല അഭ്യാസവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും സാർ ഒരുപാട് സന്തോഷം. എന്തായാലും ഇനി നമ്മൾ തമ്മിൽ കാണും, തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പൊ എന്തായാലും ഇതേപോലത്തെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും തേടി തന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഇതോടെ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളത് തേടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ എന്തായാലും സാറിനെ പരിചയപ്പെടാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം. ഇവിടുന്ന് കുറെ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോ കേരള ഗൈഡിലെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അതുവരെ ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു. ഫൈൻ.